ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖ അന്യതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഓം സത് സത് സത്. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. 2 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഒന്ന്, ഇന്ന് കാർത്തിക മാസം തുടങ്ങുകയാണ്. അപ്പോൾ കാർത്തിക മാസത്തിന്റെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഭഗവാൻ ദാമോദര മാസത്തിൽ ദാമോദര ഭഗവാന്റെ ഈ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ദാമോദര ആരതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തെ നമ്മൾ ആരാധിക്കുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യകത, കാർത്തിക മാസം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പാപങ്ങളെല്ലാം കാർത്തിക മാസത്തിൽ ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പറയും. ഭഗവാന്റെ കഥകൾ. 2ാമത്തെ സെക്ഷൻ രാധാനാഥ് സ്വാമി മഹാരാജന്റെ പ്രസന്റേഷൻ ആണ്. രാധാനാഥ് സ്വാമി മഹാരാജ് ആരായിരുന്നു, അദ്ദേഹം എങ്ങനെ ഇന്ത്യയിലെത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, ഹരേ കൃഷ്ണ. ജയ രാധാമാധവ്, രാഖി രാശി ജയ രാധാമാധവ് ചൊല്ലിക്കൊള്ളൂ. ജയ രാധാമാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാമാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന ജയ വൃഷരഞ്ജന ജയ യശോദനന്ദന ജയ വൃഷരഞ്ജന ജയ യമുന തിരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ യമുന തിരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ രാധാമാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ. നെറ്റ് ഇഷ്യൂ ഉണ്ടാവും. പ്രഭു അവരുടെ മൈക്കോ. അതെ അതെ. ഹരേ കൃഷ്ണ. ഓം തത്സത്. നെറ്റ് ഇഷ്യൂ ആണ്, നോ പ്രോബ്ലം. ലാസ്റ്റിൽ മാത്രം. അപ്പോൾ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, പ്രസാദം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. പ്രസാദം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മള് ഒരു കാര്യം തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിലെത്തും. അത് ആ മനസ്സിന്റെ ഒരു അട്രാക്ഷനാണ്, ഒരു മാഗ്നറ്റിക് പവറാണ്.
മനസ്സിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നുവോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ആ മനസ്സിനെ റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബൈക്കുണ്ട്. ആ ബൈക്കിന്റെ എനർജി ഏതിനകത്താണ്? അതിന്റെ എഞ്ചിനില്. ആ എഞ്ചിന് വേണ്ടുന്ന എനർജി എവിടുന്ന് കിട്ടും? പെട്രോൾ. പെട്രോളിൽ നിന്ന് കിട്ടും. ആര് പറഞ്ഞു? അനന്യ. താങ്ക് യു, വെരി ഗുഡ്. പെട്രോളിൽ നിന്ന് കിട്ടും. ഈ പെട്രോള് നമ്മുടെ പെട്രോൾ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എത്ര തരം പെട്രോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തോ? ഇവിടെ 3 നാട്ടിലെ കണ്ടല്ലോ. ഓക്കെ, ഇവിടെ 3. ഏതൊക്കെയാണ്? സ്പെഷ്യൽ, സൂപ്പർ, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ, സൂപ്പർ. ഓക്കെ, അപ്പൊ അതില് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെയൊക്കെ തമ്മിലുള്ള പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? എന്തിനാ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ, ഉറച്ചു പറഞ്ഞോ, ഉറക്കെ. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലക്ഷറി കാറുകൾക്കും പിന്നെ റേസിംഗ് കാറുകൾക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ലക്ഷറി കാറിന് അത് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് മറ്റു ഓയിൽ പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല? എന്തുകൊണ്ട് പറ്റില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവര് ലക്ഷറി കാറിന് ഈ പെട്രോൾ തന്നെ ചൂസ് ചെയ്യുന്നു? മറ്റേ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഓടത്തില്ലേ വണ്ടി? ആ, പറഞ്ഞോളൂ. എന്താ കാരണം വെച്ചാല് മറ്റുള്ള വണ്ടികളുടെ എഞ്ചിന് കൂടുതൽ പവറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വോയിസ് ക്ലിയർ അല്ല, അതുകൊണ്ട് കുറച്ച്. ഓക്കെ, വോയിസ് ഒന്ന് ക്ലിയർ ആവുന്നില്ല, എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. മറ്റാർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് ലക്ഷറി കാറിന് യൂസ് ചെയ്യുന്ന പെട്രോള് സൂപ്പർ അല്ലേ? സൂപ്പർ എന്നല്ലേ പറഞ്ഞത്? അതെ. എന്തുകൊണ്ട് അവര് അടുത്ത 2 ഗ്രേഡ് ഏതായിരുന്നു? ഒന്ന് നോർമലും ഒന്ന് സൂപ്പറിൽ വെച്ചിട്ട് പെട്രോൾ കൂടുതലുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചത് 3 ടൈപ്പ് ഏതൊക്കെയാണ് എന്ന് ഒന്നുകൂടെ പറയാനാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ അല്ലേ? സ്പെഷ്യൽ, സൂപ്പർ. 2 സ്പെഷ്യൽ ഉണ്ട്, ഒരു സൂപ്പറും ഉണ്ട്. നാട്ടിലെ ഒരു പെട്രോളും ഒരു ഡീസലും. ഓക്കെ, നാട്ടിലെ കാര്യം നിൽക്കട്ടെ, ഇവിടുത്തെ കാര്യം മാത്രം ആദ്യം നമുക്ക് എടുക്കാം. ഇവിടെ 2 സ്പെഷ്യലും ഒരു സൂപ്പറും. 2 സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്പെഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? അതിനൊരു നെയിം കാണുമല്ലോ. 2 സ്പെഷ്യൽ എന്ന് മാത്രമായിരിക്കത്തില്ലല്ലോ എഴുതിയിരിക്കുന്നത്, ഇല്ലേ? നമ്മൾ ചെല്ലുമ്പം ഒരു ഐഡന്റിറ്റി അതിനകത്തില്ലേ? ഒരു ബോർഡ് അതിനകത്ത് കാണത്തില്ലേ? എന്താണ് അതിന്റെ ഫുള്ളിൽ എഴുതിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു പ്രീമിയം. കറക്റ്റ്. ഓക്കെ, യെസ്, പ്രീമിയം. പിന്നെ ആരുടെയും അച്ഛനും അമ്മയും ഒന്നും ഇവിടെ ഇല്ലേ? വണ്ടി ഓടിക്കുന്നവര് ചോദിച്ചു നോക്കൂ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ സ്പെഷ്യല്, പിന്നെ നോർമൽ ആണെന്ന് തോന്നുന്നു. അതെ, സൂപ്പർ, പ്രീമിയം, സമയമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്.
പേരൻസ് എന്താ സഹായിക്കാത്തത്? ഒരു പേരന്റ് പ്രീമിയം സ്പെഷ്യൽ ആൻഡ് സ്പെഷ്യൽ. എന്ത് സൂപ്പർ, പ്രീമിയം സ്പെഷ്യൽ, സ്പെഷ്യൽ. മേ ബി പ്രീമിയം സ്പെഷ്യലും സ്പെഷ്യാലിറ്റിനകത്ത് ഒരു മണി റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപർണേഷ്, ഞാൻ ചോദിച്ചത് പേരുകൾ മാത്രമാണ് ഇപ്പൊ ചോദിക്കുന്നത്. എനിക്ക് ആരുടെയും വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് ഇതുവരെയും പിടി കിട്ടിയില്ല. ആരെങ്കിലും ഒരാൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ? Special, Super 95. ഓക്കെ, വിടാം. ഒരു ചോദ്യവും അരമണിക്കൂർ ആൻസർ പറയാനും വിടാം. ഓക്കെ, നമുക്ക് ലീവ് ചെയ്യാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിതെടുത്ത് ചോദിച്ചത്. ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എന്തുകൊണ്ടാണ് ഈ വണ്ടിയിൽ സൂപ്പർ മാത്രം ഉപയോഗിക്കും? അതിന്റെ എഞ്ചിൻ ആ ഓയിൽ വേണം. എന്തുകൊണ്ട് സാധാരണ പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല? എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പേരൻസിന്റെ ഹെൽപ്പ് ചോദിക്കാം. സോഫിസ്റ്റിക്കേറ്റഡ് എഞ്ചിൻ ഉള്ളതുകൊണ്ടാണോ? ഇങ്ങോട്ട് ചോദിക്കരുത്. പേരൻസ് വണ്ടി ഓടിക്കുന്ന പേരൻസ് അടുത്തുണ്ടെങ്കിൽ ആ പേരൻസിന് ആൻസർ പറയാം. പ്രഭു, അത് കൂടിയ വണ്ടി ആയതുകൊണ്ട് കൂടിയ. ഞാൻ പറഞ്ഞില്ലേ, നോക്കൂ, അതിന്റെ ആൻസർ അടുത്ത് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരൻസിന് പറയാം. അത് മോർ പ്യൂരിഫൈഡ് ആണ്. അത് നോർമൽ പെട്രോളിൽ മോർ പ്യൂരിഫൈഡ് ആണ്. ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഓക്കെ ശരി, മോർ പ്യൂരിഫൈഡ് ആണ്. സാധാരണ പെട്രോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഓടുമോ ഓടത്തില്ലേ? ഓടും. പക്ഷെ അതിന്റെ മൈലേജ്, അതിന്റെ എഞ്ചിന്റെ പവർ, അതിനൊക്കെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, എക്സാക്ട്ലി. ക്വാളിറ്റി ഡിഫറൻസ്. ഈ ഒരു പോയിന്റിനാണ് ഞാനൊരു 100 പ്രാവശ്യം ചോദിച്ചു കൊണ്ടിരുന്നത്. 20 മിനിറ്റ് അതിനെടുത്ത്. ഒരു പേരൻസും വോളണ്ടിയറിലായിട്ട് മുന്നോട്ട് വരുന്നില്ല. കുട്ടികൾക്ക് എന്തറിയാം? ഓക്കെ, ശരി. അപ്പം 3 തരത്തിലുള്ള പെട്രോൾ വണ്ടിക്ക് ഓടുന്നു. ആ പെട്രോളിന് 3 തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ഗുണങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും നല്ല ഗുണമുള്ള പെട്രോൾ ആണ് ചൂസ് ചെയ്യുന്നത് ലക്ഷറി. കാര്യം നമ്മൾ എത്രയോ കാശ് മുടക്കിയ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയുടെ എഞ്ചിൻ വിത്തൗട്ട് എനി ഡിഫക്റ്റ്, ഫ്രീ ഓഫ് ഡിഫക്റ്റ് വണ്ടി ഓടണം. നല്ല അത് പുള്ളിങ് പവർ കിട്ടണം, ഇല്ലേ? ശരിയല്ലേ? അപ്പം ഒരു വണ്ടിയുടെ സ്ഥിരാകേന്ദ്രം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂവൽ ആണ്, അല്ലേ? എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ആ ബോഡി, ആ എഞ്ചിൻ ഓടണമെന്നുണ്ടെങ്കിൽ നല്ല ഇന്ധനം വേണം. ഇനി നേരെ ഞാൻ നിങ്ങൾ ആരും ഉപയോഗിക്കാത്ത ഒരു ഫ്യൂവൽ അതിനകത്ത് ഒഴിക്കാൻ പറയാൻ പോവുകയാണ്. കെറോസിൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? മണ്ണെണ്ണ. ഈ മണ്ണെണ്ണ ഈ വണ്ടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? കാറിനാരും ഫോർ വീലറിനാരും യൂസ് ചെയ്യില്ലായിരിക്കാം. പക്ഷെ ബൈക്കില് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? വണ്ടി ഓടുമോ? വണ്ടി ഓടത്തില്ല. വണ്ടി ഓടത്തില്ല. വണ്ടി ഓടും, പക്ഷേ ചില സ്കൂട്ടറുകൾ ഓടും, പക്ഷേ അതിന് പുള്ളിംഗ് പവർ കുറവായിരിക്കും. അതുപോലെ ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും. പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ്, വണ്ടികളുടെ എല്ലാം ഫുഡാണ് ഈ
ഫ്യുവൽ അല്ലേ? അതെ. അതുപോലെ നമ്മുടെ എനർജിയുടെ സെൻട്രൽ പോയിന്റ് ആണ് എന്ത്? ഫുഡ്. നല്ല ഫുഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. ബാഡ് ഫുഡ്, ടോക്സിക് ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ബാഡ് ആയിരിക്കും. അതാണ് നേരത്തെ പൊല്യൂഷൻ എന്ന് പറഞ്ഞതുപോലെ അതിന്റെ വേറൊരു റിഫ്ലക്ഷൻ ആണ്, വേറൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫാറ്റുകള്. മനസ്സിലായില്ലേ? ടോക്സിക്കുകള്. അപ്പം ഫുഡ്, ദ ചോയ്സ് ഓഫ് ഫുഡ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ഫുഡ് കൊണ്ട് തന്നെ നമ്മള് ഫിൽട്ടർ ആവണം. അവിടെയാണ് ഭഗവാൻ കഴിഞ്ഞ നമ്മൾ പഠിച്ചത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകം 2-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചത് പ്രസാദേ സർവദുഃഖാനാം. ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് അനുഗ്രഹം, നമ്മുടെ വിഷമങ്ങളെല്ലാം മാറും. അപ്പം നമുക്ക് കിട്ടുന്ന ആഹാരത്തെ നമ്മൾ വളരെ ശ്രേഷ്ഠമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടുന്ന സാധാരണ ഫുഡ് അതിനെ ഫിൽട്ടർ ആക്കി സൂപ്പർ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അനാമിക, അതൊക്കെ ഒരു സങ്കല്പമല്ലേ, ഭഗവാൻ കഴിക്കുമോ എന്ന്. അല്ലേ അനാമിക? അനാമികയുടെ ഡൗട്ട് ക്ലിയർ ആയിരുന്നോ? ഓക്കെ, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. പലതരത്തിൽ ആണ് നമ്മുടെ ആക്ടിവിറ്റീസ്, അതിന്റെ റിഫ്ലക്ഷൻ. അവിടെ ഭഗവത്ഗീതയില് 5-ാമത്തെ അധ്യായത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട്. ദർശനധ്യാന സംസ്പർശേർ മത്സ്യ കൂർമ്മ വിഹംഗമാഹ സ്വ അന്യപത്യാദി പുഷ്ണന്തി തഥാ അഹമഭി പത്മജ. അതിന്റെ ഞാൻ മീനിങ് പറയാം. ദർശനം, ധ്യാനം, സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോന്നു. ഞാൻ മക്കളെ വളർത്തുന്നു. ചെറിയൊരു നോട്ടം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഭഗവാനും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാല്, മത്സ്യം അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വിളിച്ചിട്ടോ അടിച്ചിട്ടോ പിടിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമല്ല, നോട്ടം കൊണ്ട് മാത്രമാണ്. മത്സ്യത്തിന്റെ ആ ഷാർപ്പ് ഐ കൊണ്ടാണ്, ആ നോട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാവും. അങ്ങനെയാണ് മത്സ്യങ്ങൾ വളരുന്നത്. അതുപോലെ ആമ വെള്ളത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ കരയിൽ കയറി വന്നിട്ടാണ് മുട്ടയിടുന്നത്. ഈ മുട്ടയെ വിരിയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമ വെള്ളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. എങ്ങനെ? മെഡിറ്റേറ്റ് ചെയ്യും. അതായത് ആമ കരയിലിട്ടിരിക്കുന്ന മുട്ടയെ മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ചു കൊണ്ടേയിരിക്കും, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു അട്രാക്ഷൻ, അതിന്റെ ഒരു പവർ, മാഗ്നറ്റിക് പവർ ആ മുട്ടയിലേക്ക് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ മുട്ട വിരിയുന്നത്. ഇറ്റ്സ് എ സയൻസ്. ഇറ്റ്സ് എ സയൻസ്. അതുപോലെ നമ്മള് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ മനസ്സ്, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഭക്തിയോടെ, സ്നേഹത്തോടെ. എന്ത് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിക്കും. അപ്പം
ഭഗവാനിലുള്ള നമ്മുടെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, അത് ഭഗവാൻ എടുക്കും. അപ്പോൾ ഭഗവാൻ ആ നോട്ടം കൊണ്ട്, ഭഗവാന്റെ ദർശനം കൊണ്ട് ഈ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ഫുഡ് ഫിൽട്ടർ ആവും, ഭഗവാൻ സ്വീകരിക്കും നോട്ടം കൊണ്ട്. അങ്ങനെ അത് ഫിൽട്ടർ ആവും. ആ ഫിൽട്ടറാണ് പിന്നെ നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ഒരു എക്സാമ്പിൾ, പേരൻസ് നിങ്ങളെ വിളിക്കുന്നു, തീർത്ഥ. തീർത്ഥയ്ക്ക് എന്ത് റിഫ്ലക്ഷൻ ഉണ്ടാവും? അമ്മ വിളിക്കുകയാണ് തീർത്ഥ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർത്ഥ എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ എന്താണ്? റെസ്പോണ്ട് എങ്ങനെയാണ്? എന്ത് റെസ്പോണ്ട് ചെയ്യും? ഫസ്റ്റ് മ്യൂട്ടാണ്. തീർത്ഥ എന്ന് വിളിക്കുന്നു, സ്നേഹത്തോടെ വിളിക്കുന്നു, മ്യൂട്ടാണ്. കേൾക്കാം. അപ്പൊ എന്താണ് ഫസ്റ്റ് റെസ്പോണ്ട്? എന്താണ് ഫസ്റ്റ് റെസ്പോണ്ട്? അതെ, ഫസ്റ്റ് റെസ്പോണ്ട് എങ്ങനെയാണ്? നമ്മൾ ദൂരെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ കിച്ചണിൽ നിൽക്കുകയാണ്, തീർത്ഥ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, തീർത്ഥ സ്നേഹത്തോടെ വിളിച്ചു. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണ്? ശബ്ദത്തിലുള്ള റെസ്പോണ്ടാണ്. എന്തോ അല്ലേ? അപ്പം ചോദിച്ച ചോദ്യത്തിനൊരു, വിളിച്ച ആ ശബ്ദത്തിനൊരു സ്നേഹമുണ്ട്, കൊടുത്ത റിപ്ലൈക്ക് ഒരു സ്നേഹമുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അതേ അമ്മ തന്നെ വിളിക്കാണ് തീർത്ഥ, എന്തായിരിക്കും റെസ്പോണ്ട്? എന്തായിരിക്കും ശബ്ദത്തിലെ വ്യത്യാസം? ആ ശബ്ദത്തിന് അർത്ഥം എന്തായിരിക്കും? അതിലൊരു ദേഷ്യമുണ്ട്, ഒരു ആംഗ്രി ഉണ്ട്, അല്ലേ? തീർത്ഥ. ശരി, നേരത്തെ ഉള്ള ആ സ്നേഹം നമ്മുടെ റെസ്പോണ്ടിൽ ഉണ്ടാവുമോ? പിന്നെന്താ ഉണ്ടായിരിക്കുന്നത്? ഒരു പക്ഷേ ദേഷ്യം, അതല്ലെങ്കിൽ ഭയം, അല്ലേ? ആ ദേഷ്യം വരുന്നത് ഭയം കൊണ്ടാണ്. അപ്പം മനസ്സില് അറിയാതെ ഒരു ഭയം നമുക്ക് വന്നു, ഇല്ലേ? തീർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ വീണ്ടും ഷൗട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്നെ അടിക്കാനാണോ, എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയില്ല, മനസ്സിലൊരു ഭയം വന്നു. മറ്റ് തീർത്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതേ മനസ്സ് തന്നെ റെസ്പോണ്ട് ചെയ്തു, സ്നേഹത്തോടെ വിളിച്ച് എന്തോ എന്ന് വിളി കേട്ടു. അതേ അമ്മ തന്നെ വീണ്ടും വിളിക്കുകയാണ് തീർത്ഥ എന്ന് വിളിക്കുമ്പോൾ, ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ അതേ മനസ്സ് തന്നെ, കേട്ട അതേ മനസ്സ് തന്നെ ഒരു ഭയത്തിന്റെ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാകും, ഇല്ലേ? ശരിയല്ലേ? ഇതെന്തെങ്ങനെ സംഭവിക്കുന്നു? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെങ്ങനെ സംഭവിക്കും? ഒരേ മനസ്സ്, ഒരേ ആളാണ് രണ്ടിലും റെസ്പോണ്ട് ചെയ്തത്. എങ്ങനെ സംഭവിച്ചു? ആ ശബ്ദത്തിന്റെ വ്യത്യാസം, ആ ശബ്ദത്തിന്റെ ഒരു വൈബ്രേഷണൽ പവർ. അപ്പൊ നമ്മുടെ ഓരോ ശബ്ദത്തിനും വൈബ്രേഷണൽ പവർ ഉണ്ട്. ഒരു വലിയ ഒരു ആന, ആ ആനയെ കൺട്രോൾ ചെയ്യുന്നത് വെറും സാധാരണ ഒരു മനുഷ്യൻ. ആ ആനയുടെ ഒരു തുമ്പിക്കൈ മതി ഈ മനുഷ്യനെ പിടിച്ച് വലിച്ചെറിയാൻ. അതേസമയം അതേ ആന തന്നെ ഈ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു, ശരിയല്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ശബ്ദം, ആ ശബ്ദത്തിനോടുള്ള അട്രാക്ഷൻ, ആ വിളി. ആന ആ ശബ്ദത്തെ, ആ സ്നേഹത്തോടെയുള്ള ശബ്ദത്തെ തിരിച്ചറിയുമ്പോൾ ആ ആന സ്നേഹത്തോടെ പെരുമാറും, എത്ര ശക്തി ഉണ്ടെങ്കിലും. അപ്പം ശബ്ദം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ്
ആ ശബ്ദത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭഗവാനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആ ഒരു വൈബ്രേഷണൽ പവർ ഉണ്ട്. ആ ഒരു ചാൻഡിങ്ങിന്റെ ഒരു പവർ ഭഗവാന്റെ അടുത്തോട്ട് എത്തും. ഓരോ ശബ്ദത്തിനും അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. ദിസ് എ സയൻസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് കാർത്തിക മാസത്തിന്റെ ഇമ്പോർട്ടൻസ്, ഇതേപോലൊരു ദാമോദര മാസം, ഈ കാർത്തിക മാസത്തിനെ ദാമോദര മാസം എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ ഒരു മാസമാണ് ഈ കാർത്തിക മാസത്തില്. ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് ആര് കാണിക്കുന്നുവോ അവരുടെ എല്ലാം പാപങ്ങള്, ജന്മജന്മാന്തരങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന പാപങ്ങള് ഉരുകി വെണ്ണ ഉരുകുന്നത് പോലെ ഉരുകും. ദിസ് ഈസ് പ്രൂവ്ഡ്. ആ കഥകൾ ഞാൻ അടുത്ത ആഴ്ച പറയാം. ദിസ് ഈസ് പ്രൂവ്ഡ്. ഉരുകും. നമ്മൾ കാണും, അത് മെൽറ്റായി പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ വിളിയിൽ ഭഗവാൻ മെൽറ്റ് ആവും. നമ്മള് ഭഗവാനെ എത്ര സ്നേഹത്തോടെ വിളിക്കുന്നുവോ ആ സ്നേഹം, ആ സച്ചിദാനന്ദ സ്വരൂപം അതുപോലെ മെൽറ്റ് ആവും. പ്രൂവ്ഡ്. അതുകൊണ്ട് കാർത്തിക മാസത്തില് നമ്മൾ കൊടുക്കുന്ന തെളിക്കുന്ന നെയ് വിളക്ക്, പുഷ്പഞ്ചി, ആ വിളക്കിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം, ഭഗവാന്റെ പാദങ്ങളിലോട്ടായിരിക്കണമേ. അപ്പം നമ്മള് കൊളുത്തുന്ന ഒരു നെയ് വിളക്ക് 1000 മടങ്ങ്, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് റിസൾട്ട് കിട്ടും. അതിന്റെ ബ്രൈറ്റ്നസ്, നമ്മൾ ഒരു വിളക്കിന്റെ ബ്രൈറ്റ്നസ് പക്ഷേ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ബ്രൈറ്റ്നസ് ആയിട്ട് ഇരട്ടിച്ചിട്ടും കൂടിയിട്ട് ഭഗവാന്റെ അടുത്തോട്ടെത്തും. അപ്പൊ ഈ കാർത്തിക മാസത്തില് എല്ലാവരും ഭഗവാനെ ഒരിലിൽ പിടിച്ചു കെട്ടിയിരിക്കുന്ന രൂപം, അതൊരു ശ്രേഷ്ഠതയാണ്. ഈ മാസം ഭഗവാനെ ഒരിലിൽ പിടിച്ച് യശോദാമ പിടിച്ചു കെട്ടിയതാണ്. ആ പിടിച്ചു കെട്ടിയത് അവിടെ വെച്ചിട്ട് അത് സ്നേഹം കൊണ്ടാണ്. പിന്നെ ഭഗവാൻ ആർക്കൊക്കെ ലിബറേഷൻ കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇത് കേൾക്കുന്നത് തന്നെ ഭാഗ്യമാണ്. നമുക്കല്ല, നമ്മുടെ വരുന്ന 7th ജനറേഷൻ, നമ്മുടെ പ്രീവിയസ് 7th ജനറേഷൻ എല്ലാവർക്കും അത് ഗുണം കിട്ടും. അവർക്ക് പാപങ്ങളെല്ലാം മാറിക്കിട്ടി ആത്മാവിന് മുക്തി കിട്ടും. ഇവിടെ ഒരു ദിവസം യശോദാമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഓടി വന്ന്, കൃഷ്ണൻ അന്ന് 3 or 4 വയസ്സേ ഉള്ളൂ. ഈ സമയത്താണ് അമ്മ നിലത്തിരുന്ന് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ഓടി വന്നു. കൃഷ്ണൻ ഓടി വന്നിട്ട് ചാടിക്കേറും അടിയിലിരുന്നു. എനിക്കിപ്പോൾ പാല് കുടിക്കണം. അപ്പം ഇത് അമ്മമാർക്കറിയാം അമ്മമാരുടെ സ്നേഹം എത്രത്തോളം ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ടെന്നുള്ളത്. ആ കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുമ്പം തന്നെ അവരുടെ മാറിടം ചുരത്തും. അതുകൊണ്ടാണ് പശുവിനെയൊക്കെ കറക്കുമ്പോൾ പണ്ടുള്ളവര് കുട്ടിയെ അടുത്ത് കൊണ്ടുവച്ചിട്ട് കറക്കുന്നത്. ആ സ്നേഹമാണ്. അപ്പം സ്നേഹം കൊണ്ടും അറിയേണ്ട ഒരു കാര്യം, സ്നേഹം കൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളെയും നമുക്ക് കീഴടക്കാൻ പറ്റുകയുള്ളൂ, ജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൃഷ്ണൻ യശോദാമ്മയുടെ മടിയിൽ കയറി ചാടിക്കേറിയിരുന്ന് എനിക്ക് ഇപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞ് പാല് കുടിക്കുന്നു. അങ്ങനെ യശോദാമ്മ പാല് കൊടുക്കുന്നു. മടിയിലിരുന്ന് യശോദാമ്മയുടെ മുലപ്പാല് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്, കിച്ചണില് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടല്ലോ, പശുവിൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടല്ലോ, രാവിലെ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം തൂകിക്കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളൊരു സെൻസിറ്റിവിറ്റിയാണ്. പെട്ടെന്ന് നമ്മളൊന്നും ആലോചിക്കത്തില്ല, പെട്ടെന്ന് എടുത്ത് കൃഷ്ണനെ താഴോട്ട് വെച്ചു, എന്നിട്ട് ഓടിപ്പോയി. ഇപ്പം വളരെ രസകരമായി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. ആ കുട്ടിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞ് കിടന്ന് കരയും. വീണ്ടും ആ പാല് കിട്ടുന്നത് വരെ അത് അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ്.
അപ്പൊ അങ്ങനെ കൃഷ്ണന് കൃഷ്ണൻ ഈസ് എ നോട്ടി ബോയ്. കൃഷ്ണന് കുസൃതി വന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം തൈരാണ് കടഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അത് കടഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ കലം എടുത്ത് ഉടച്ചു. നോട്ടി ബോയ് ആ ഉടച്ചിട്ട് പിന്നെന്ത് ചെയ്ത്, ഈ ഉറിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല. പണ്ട് ഈ ഷെൽഫ് സിസ്റ്റം ഒന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഉറുമ്പുകളൊക്കെ ഉണ്ട്, ഉറുമ്പ് മറ്റ് എന്താ പറയുന്നത്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് റൂഫിൽ കയറ് കെട്ടി തൂക്കിയിടും. എന്നിട്ട് ആ 3 കയറിനകത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനകത്തായിട്ട് പാത്രം വെക്കും. അപ്പൊ ഒന്നും കയറത്തില്ല, സേഫ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെ അതിനെ ഉറികൾ എന്നാണ് പറയുന്നത്, ഉറി എന്ന് പറയും. അപ്പൊ ഈ ഉറികൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. തൈരിന്റെ കലങ്ങളുണ്ട്, മൺകലമാണ്, മട്ട്പോട്ട് മൺകലമാണ്. കൃഷ്ണൻ രസം. അപ്പോഴത്തേക്ക് കൃഷ്ണന്റെ അടുത്ത് വേറെ കൂട്ടുകാരും വന്നു. കൃഷ്ണൻ എപ്പോഴും കൂട്ടുകാരുമായിട്ടാണ് നടക്കുന്നത്. എല്ലാരും ബലരാം വന്ന്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറെ കുരങ്ങന്മാര് വന്ന്, എല്ലാരും കൂടെ വന്ന്. കൃഷ്ണനൊരു രസം. എന്ത് ചെയ്ത്? കൃഷ്ണൻ ഈ കലത്തിനെ എറിഞ്ഞുടച്ചു. ഭയങ്കര കുസൃതിയാണ്. എറിഞ്ഞുടഞ്ഞിട്ടെന്ന് മാത്രമല്ല, ഈ കലത്തിൽ നിന്ന് താഴോട്ട് ആ ഹോളിൽ നിന്ന് ഇങ്ങനെ ആ തൈരെല്ലാം കൂടി ഇങ്ങനെ താഴോട്ട് വരും. അപ്പോഴെന്ത് ചെയ്ത് ഈ കുട്ടികളെല്ലാം ഇങ്ങനെ വായിലിങ്ങനെ കാണിച്ചു കൊടുക്കും. എത്ര രസമാണ്. അപ്പൊ ഇതിങ്ങനെ വായിലോട്ട് വന്നിട്ട് വായിൽ നിന്ന് നിറഞ്ഞ് താഴോട്ട് വരും, മൗത്തിൽ നിന്ന് ഓവർഫ്ലോ വരും. അതെല്ലാം കൂടെ തൂത്ത് മുഖം മൊത്തം അങ്ങനെ താഴെ മൊത്തമായി ഫുള്ള് ഫ്ലോർ മൊത്തം യോഗട്ടും ബട്ടറും ഒക്കെ ആക്കി ആകെ ഒരു അലങ്കോലമായി. അത് മാത്രമല്ല, ഈ കുട്ടികളെല്ലാം കൂടെ അവിടെ മൂത്രം കൂടെ ഒഴിച്ച് യൂറിൻ പാസ് ചെയ്ത ഫ്ലോറിലല്ല, ഒക്കെ ആകെ ബഹളമാക്കി. മങ്കിമാരും ഇതൊക്കെ വാരിക്കോരി തിന്നാകെ. അപ്പോഴാണ് യശോദാമ വരുന്നത്. യശോദാമ വരുമ്പം ഇവിടെ മൊത്തം ആകെ. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി ശബ്ദത്തിന് വ്യത്യാസം വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുവരെ വിളിച്ച കൃഷ്ണ എന്നല്ല ഇപ്പം വിളിക്കാൻ പോകുന്നത്. കൃഷ്ണ എന്നാണ് വിളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഈ കുട്ടികളെല്ലാം കൂടെ കയറി ഒളിച്ചിരുന്ന് യശോദാമയ്ക്ക് വളരെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ഇപ്പം പിടിച്ചിട്ടേ കാര്യമുള്ളെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാം പെട്ടെന്ന് ഓടിപ്പോയി. അപ്പൊ കൃഷ്ണൻ മാത്രം ബാക്കിയായിട്ടുണ്ട്. എവിടാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ പതുക്കെ വന്നപ്പോൾ ഒരു പില്ലറിന്റെ ബിഹൈൻഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. ഒരു തൂണിന്റെ പുറവിൽ ഒളിച്ചിരിക്കുന്നു. കയ്യോടെ പിടിച്ചു. നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കാം, നിനക്ക് ഞാൻ പനിഷ്മെന്റ് തരും. അവിടുന്ന് കൃഷ്ണൻ അമ്മയുടെ കയ്യിൽ നിന്ന് വഴുതി സ്ലിപ്പായിട്ട് വളരെ പെട്ടെന്ന് ഓടിപ്പോയി. നമ്മളെല്ലാം ചെയ്യുന്ന അങ്ങനല്ലേ. ഇപ്പൊ ശരിയാക്കാ തരാന്ന് പറഞ്ഞപ്പോഴത്തേന് യശോദാമ്മ കയറി പിടിച്ചു. പെട്ടെന്ന് കുസറി ഒറ്റ ഓട്ടം. പിന്നെ യശോദാമ്മയ്ക്ക് കാണാനേ പറ്റുന്നില്ല കൃഷ്ണൻ എവിടെ പോയെന്നുള്ളത്. യശോദാമ്മ ഓടി മുറ്റത്ത് വന്നിട്ട് കൃഷ്ണൻ നേരെ ഒരുപാട് ദൂരം നിൽക്കുക. ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. വടിയെടുത്തിരിക്കുകയാണ്. ഇപ്പം നിന്നെ ഞാൻ അടിക്കും വന്നില്ലെങ്കിൽ. ഞാൻ വരില്ല, ഞാൻ വന്നെങ്കിൽ മാത്രമല്ലേ അമ്മയ്ക്ക് എന്നെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വന്നപ്പോൾ കൃഷ്ണൻ വേറൊരു ട്രിക്ക് എടുത്തു. കൃഷ്ണൻ ഉടനെ, നമ്മളെല്ലാം അങ്ങനെ അല്ലേ ചെയ്യുന്നത്, എന്താ അമ്മ എന്നെ അടിക്കാതമ്മ, ഞാൻ പാവമല്ലേ അമ്മ. കൃഷ്ണൻ അടുത്ത അഭിനയം. കൃഷ്ണൻ അവിടെ നിന്ന് ചിണുങ്ങാൻ തുടങ്ങി, ഒന്ന് കരയാൻ തുടങ്ങിയപ്പം അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം ആ അമ്മയ്ക്ക് പോയി. ഇതല്ലേ യശോദാമ്മയ്ക്കും പറ്റുന്നത്, എല്ലാ അമ്മമാർക്കും പറ്റിയതല്ലേ. ഒരു വീക്ക് പോയിന്റ് ആണ്. അമ്മയും മകനും മകളും തമ്മിലുള്ള ഒരു വീക്ക് പോയിന്റ് ആണ്. അതായത് ബന്ധത്തിന്റെ വീക്ക് പോയിന്റ് ആണ്. യശോദാമ്മ പറഞ്ഞു, നീ ഇവിടെ വാ, നിന്നെ ഞാൻ അടിക്കൂല. ഇല്ല അമ്മ അടിക്കും, ഞാൻ കമ്പ് കളഞ്ഞെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. യശോദാമ്മ കമ്പ് കളഞ്ഞു. കൃഷ്ണൻ ചിണുങ്ങിക്കൊണ്ട് അടുത്തോട്ട് വന്ന് തോളയിൽ കയറി അമ്മ സ്നേഹത്തോടെ ആ യശോദാമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ ദേഷ്യമെല്ലാം പോയി. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഒരു ചെറിയ ഒരു സങ്കടമുണ്ട്, അനുസരണയില്ല. ഒരുപാട് ഗോപികന്മാര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ വീട്ടിലെല്ലാം കയറി ചെന്ന് തൈര് കഴിക്കുന്നത്. ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം.
അതുകൊണ്ട് അമ്മ പറഞ്ഞു, നിനക്ക് എന്തായാലും നിന്നെ ഞാൻ അടിക്കില്ല, എന്നാലും നിനക്ക് ഞാൻ ഒട്ടേറെ നാളായിട്ട് ഒരുപാട് പേര് പരാതി പറയുന്നു, ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഇങ്ങനെ എത്ര കുസൃതികള് എല്ലാവരുടെയും വീട്ടിൽ പോയി ചെയ്യാറുണ്ട്, അവരെന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് നിന്നെ ഞാൻ ചെറിയൊരു പനിഷ്മെന്റ് തരാം. ഇന്നത്തെ ദിവസം മൊത്തം നീ എങ്ങും പോകരുത്. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരൽ എന്ന് പറയാൻ അറിയാമോ? ഗ്രൈൻഡിങ് മോട്ടാർ, വുഡൻ ഗ്രൈൻഡിങ് മോട്ടാർ. അതെ, ഒരലിൽ നിന്നെ ഞാൻ പിടിച്ചു കെട്ടും. പണ്ടൊക്കെ കുട്ടികളെ പിടിച്ചു കെട്ടുമായിരുന്നു. ഞങ്ങളെയൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മുത്തശ്ശിമാര്. ഒന്നുമല്ലേ, നമ്മുടെ കയ്യില് പുറവില് തോർത്തെടുത്തിട്ട് കൈ രണ്ടും എടുത്ത് പുറത്ത് പിടിച്ച് കെട്ടിയിടുമായിരുന്നു. അപ്പൊ എങ്ങും ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പല പനിഷ്മെന്റ് ആയിരുന്നു പണ്ടൊക്കെ. ഇന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, കുട്ടികൾക്ക് പോലും വിളിച്ചു പറയാം. പേരൻസ് ആർ ടോർച്ചറിങ്. അപ്പം ഇവിടെ അങ്ങനെ കൃഷ്ണൻ നിന്ന് ചിണുങ്ങി. എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? കൃഷ്ണൻ കരഞ്ഞു. യശോദാമ്മ ഒന്നും കേൾക്കാതെ വീട്ടിലിരിക്കുന്ന കയറെടുത്തുകൊണ്ട് വന്നിട്ട് കൃഷ്ണന്റെ അരയിൽ പിടിച്ച് കെട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അരയിൽ പിടിച്ച് കെട്ടുന്നത് കൊണ്ടാണ് ഭഗവാന് വേറൊരു പേര് വന്നത്. എന്താണ് പേര്? ദാമോദരൻ. ഉദരം എന്ന് പറഞ്ഞ സ്റ്റൊമക്ക്, വയറ്. ദാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയർ. കയറുകൊണ്ട് ഭഗവാന്റെ ഉദരത്തെ പിടിച്ചു കിട്ടിയത് കൊണ്ട് ദാമോദരൻ എന്ന് പേര് വന്നു. കൃഷ്ണ എന്ന് പേരെങ്ങനെ വന്നു അറിയാമോ? അട്രാക്റ്റഡ് ബൈ എവരിവൺ. എല്ലാവരാലും ആകൃഷ്ടനായതുകൊണ്ട്, അട്രാക്ഷൻ ആയതുകൊണ്ട് കൃഷ്ണ എന്ന് പേരിട്ടു. ഗർഗമുനിയാണ് ഭഗവാന് പേരിട്ടിരിക്കുന്നത് കൃഷ്ണ എന്ന്. ഗർഗമുനി പറഞ്ഞു നന്ദഗോപരെടുത്ത്, ഈ കുട്ടി നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, ഇത് സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകർഷിക്കപ്പെടുന്നതാണ്, അത്ര ബ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ, നിങ്ങളുടെ കുഞ്ഞിനെ, മകനെ ഞാൻ പേരിടുന്നു കൃഷ്ണ. അതുപോലെ ഇവിടെ ഭഗവാന്റെ ഭക്തർ ഉടനെ പേരിട്ടു. ഭഗവാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും പേരിടും. വെണ്ണ മോഷ്ടിച്ചെടുത്തതിനും പേരിട്ടു. എന്താ പേരിട്ടേക്കുന്നേ? വെണ്ണക്കള്ളൻ, മക്കഞ്ചോറ്, കള്ള എന്നാ ഭഗവാനെ വിളിക്കുന്നത്. അവിടെയും ഭക്തര് പേരിട്ടു. ഭഗവാൻ ഒരു വിഷമവുമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഒരിൽ പിടിച്ചു കെട്ടില്ല, പിടിച്ചു കെട്ടാനുള്ള പ്ലാനാണ്. കയറെടുത്തോണ്ട് വന്നു. അപ്പൊ കൃഷ്ണനല്ലേ ആള്, കൃഷ്ണൻ അടുത്തൊരു വേല തുടങ്ങി, ഒരു ട്രിക്ക്. കയറ് കൊണ്ടുവന്നിട്ട് ഒരിലോട്ട് പിടിച്ച് ഒരു സൈഡ് ഒരിലേ കെട്ടിയിട്ട് ഈ അരയിൽ ചുറ്റാൻ തുടങ്ങി. അരയെ ചുറ്റി വന്ന് കെട്ടുന്ന സമയത്ത് എന്ത് പറ്റി? എത്തുന്നില്ല, ശകലം പോലും എത്തുന്നില്ല, പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല. ടു ഫിംഗർ ഇല്ല. ആ ഫിംഗറിന്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്? അത്രയേ ഉള്ളൂ. ഓക്കെ, 2 ഫിംഗർ എന്ന് പറയാം. 2 ഫിംഗർ ഡിസ്റ്റൻസ് മാത്രം, പിടിച്ചിട്ടും വലിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പോഴത്തേന് അവിടെ യശോദാമ്മയുടെ കൂട്ടുകാരികളും വന്നു, ഗോപികമാരെല്ലാം വന്നു. ഗോപികമാര് പറഞ്ഞു, യശോദാമ്മ ഇപ്പം അങ്ങ് യശോദാമ്മയ്ക്ക് മനസ്സിലായോ? കൃഷ്ണൻ എന്നും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലാണ് പരിപാടി. ഇത് ഇത്രയല്ലേ ഉള്ളു. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വന്നിട്ട് ചെയ്യും ഇതേപോലെ. എല്ലാ തൈരുകരങ്ങളും പൊട്ടിക്കും. അവൻ കുടിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കുടിക്കുന്നത് മാത്രമല്ല യശോദാമ്മ, എല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറയും. അപ്പം ഇതില് അതുകൊണ്ട് ഈ ഗോപികമാരെല്ലാം കൂടെ കയറുകൾ കൊണ്ടു കൊടുക്കും. ഇതെല്ലാം പിടിച്ചു കെട്ടും. എന്നിട്ടും ചുറ്റി വരുമ്പം വീണ്ടും 2 ഫിംഗർ ഡിസ്റ്റൻസ്. വീണ്ടും വേറെ കയറിന്റെ പീസ് കൊണ്ടുവന്ന് കെട്ടും. വീണ്ടും അത് തന്നെ. അവസാനം യശോദാമ്മയ്ക്ക് വളരെ ക്ഷീണിച്ചു പോയി.
വിശർത്ത് യശോദാമ്മ വിളിച്ചു, നാരായണ എന്താ ചെയ്യുക ഈ കൃഷ്ണനെ കൊണ്ട് എന്ന് ചോദിച്ചു. ഈ നാരായണ എന്ന് വിളിക്കുമ്പോ ആരാണ് വിളി കേൾക്കുന്നത്? വിളി കേൾക്കേണ്ടത് ആരെയാ? ആരാ വിളി കേൾക്കേണ്ടത്? കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണൻ വിളി കേട്ടു. അപ്പം നമ്മൾ സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് വിളി കേൾക്കും. അപ്പൊ യശോദാമ്മ വിളിച്ചത് ആരെയാണ്? കൃഷ്ണനെ. അപ്പം കൃഷ്ണൻ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്ത് കൃഷ്ണന്റെ മാജിക്കെല്ലാം അവിടെ നിർത്തി. യശോദാമ്മ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവിടെയാണ് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് ഭഗവാനെ പിടിച്ചു കെട്ടാൻ പറ്റും. അവിടെയാണ് ഇതാണ് പ്രൂഫ്. ഇങ്ങനെ ഭഗവാൻ അതും തെളിയിച്ചിരിക്കുന്നു. ഏതൊരു ഭക്തനും ഭഗവാനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. സ്നേഹമാവുന്ന പാശം കൊണ്ട് ഭഗവാനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ സ്നേഹത്തോട് ഓർമ്മിക്കണം. കൃഷ്ണ ഇത് കൃഷ്ണന് വേണ്ടിയിട്ടാണ്, കൃഷ്ണ ഇത് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ എന്ത് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം വിജയം ഭഗവാനെ കൃഷ്ണ അത് നിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കണം കൃഷ്ണനെ. അപ്പൊ കൃഷ്ണനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. അങ്ങനെ ഉരല് പിടിച്ചു കെട്ടിയിട്ട് യശോദാമ്മയുടെ ജോലിക്ക് പോയി. കൃഷ്ണ അവിടെ നിന്ന് എന്ത് ചെയ്തു? വീണ്ടും ഈ ഉരലിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് 2 മരങ്ങൾ അവിടെ നിപ്പുണ്ടായിരുന്നു. ഈ 2 മരങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുപോയി നിർത്തി. ഭയങ്കര കുസൃതിയ. അടുത്ത നോട്ടി. എന്നിട്ട് ബിറ്റ്വീൻ 2 ട്രീസ് ഈ ഒരലിനെ പിടിച്ചു കൊണ്ടുവരുമ്പം കൃഷ്ണൻ അപ്പുറത്ത് മറികടന്ന്, പക്ഷെ ഒരൽ അവിടെ സ്ട്രക്കായി. ഒരു ടീ ബ്ലോക്കായി പോയി. ടീ ബ്ലോക്ക് പോലെ സ്ട്രക്കായി. എത്ര പിടിച്ചിട്ടും വരുന്നില്ല. കൃഷ്ണൻ ആഞ്ഞു പിടിച്ച് വരുന്നില്ല. വീണ്ടും ഒരു ഒറ്റ പിടിക്ക് എന്ത് പറ്റി? ഈ മരം ഭയങ്കര ശബ്ദത്തോടെ വേരോടെ പൊഴുതിങ്ങനെ 2ആയിട്ടങ്ങ് മാറി. ആ മരങ്ങളുടെ പേരാണ് മരുത്ത് മരങ്ങൾ എന്ന് പറയും. ആ മരുത്ത് മരങ്ങളുടെ കഥയും പറയാം. അങ്ങനെ ആ മരങ്ങൾ 2ആയിട്ട് പിളർന്നപ്പോൾ ആ മരത്തിൽ നിന്ന് 2 ദേവന്മാർ പുറത്തു വന്നു. ഈ ദേവന്മാര് പേരാണ് നളകുബേരൻ, മണിഗ്രീവൻ. നളകുബേരൻ, മണിഗ്രീവൻ. ഇവരുടെ അച്ഛന്റെ പേര് കുബേരൻ. കുബേരന്റെ മക്കളായിരുന്നു. കുബേരന്റെ മക്കളായതുകൊണ്ട് റിച്ച് ഫാമിലി അല്ലേ, ആയതുകൊണ്ട് ഇവര് വളരെ ലൂസായിട്ടാണ് നടന്നിരുന്നത്. ഒരു ദിവസം എന്ത് ചെയ്ത്, ഒരു ദിവസം മന്ദാകിനി എന്ന നദിയിൽ, ഗംഗയുടെ വേറൊരു പേരാണ് ഗംഗാ നദി, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അതിന് വേറൊരു പേര് പറയും. അപ്പം മന്ദാകിനി എന്ന നദിയില് ഈ യങ്സ്റ്റേഴ്സ് ആയിരുന്നു ഈ നളകുബേരനും മണിഗ്രീവനും. ഫുള്ളി ഡ്രിങ്കൺ മീൻസ് ഫുഡ് ഒരു നെഗറ്റീവ് ഫുഡാണ് കഴിച്ചിരുന്നത്. പൊല്യൂഷൻ ഉണ്ടായി. എന്താണ് പൊല്യൂഷൻ? ബ്രെയിൻ അബ്നോർമലായി. ബ്രെയിൻ അബ്നോർമൽ ആയപ്പോഴത്തേന് എന്ത് ചെയ്തു? ശരീരത്ത് എന്താണുള്ളതെന്ന് അറിയാൻ വയ്യ, നേക്കഡായി പോയി. ബാഡ് ഫുഡ് കഴിച്ചതിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസാദം കഴിക്കണം. ഫിൽട്ടറിങ്. ബാഡ് ഫുഡ് വന്നു. ബാഡ് ഫുഡിന്റെ റിഫ്ലക്ഷൻ ആണ്. അവർക്കറിയത്തില്ല. പക്ഷെ ദേ ആർ ദ ഇന്നസെന്റ് പീപ്പിൾ. പക്ഷെ വർക്ക് ചെയ്തത് എന്താണ്? കഴിച്ച ഫുഡാണ്. ദേ ആർ ഡ്രിങ്കൺ. ലിക്കർ കഴിച്ചു. അപ്പൊ അങ്ങനെ അവരെന്താണ് ചെയ്തെന്ന് അറിയാൻ വയ്യ. ഡ്രസ്സുകളെ ഇല്ല. കൂട്ടത്തില് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ദേ ആർ ആൾസോ നേക്കഡ്. എന്താ ചെയ്യുക? ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? ദേ ആർ ബാത്തിങ് ഇൻ പബ്ലിക്. ഈസ് ഇറ്റ് ഓക്കെ? നോ. അങ്ങനെ മിസ്ബിഹേവിയർ, മിസ്കണ്ടക്ട്, മിസ്ബിഹേവിയർ ആയിരുന്നു. അപ്പോഴാണ്
വളരെ വലിയ ഭഗവാന്റെ ഒരു ഡിവോട്ടി അവിടെ വന്നത് ആരായിരുന്നു? നാരദ മഹർഷി. നാരദ മഹർഷി അവിടെ വന്നപ്പോൾ വളരെ സങ്കടം തോന്നി, വിഷമം തോന്നി. അവിടെ പനിഷ്മെന്റ് കൊടുക്കണം. അപ്പം ഇവിടെ എല്ലാം പനിഷ്മെന്റ് 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 എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആര് എന്താണ് മിസ്ബിഹേവിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആകുന്നത്, അവർക്ക് പനിഷ്മെന്റ് ഉണ്ട് എന്നർത്ഥം. മീനിങ് നോട്ടി തിങ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പനിഷ്മെന്റ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നാരദ മഹർഷി അവരെ കഴ്സ് ചെയ്തു. നിങ്ങൾക്ക് നേക്കഡായിട്ടാണ് നിൽക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ യു ബിക്കം എ ട്രീ. അങ്ങനെ നാരദ മഹർഷിയുടെ ആ ശബ്ദത്തിന്റെ വൈബ്രേഷണൽ പവർ കൊണ്ട്, ആ ഭഗവാന്റെയോടുള്ള ആ ഭക്തി ഉണ്ടായത് കൊണ്ടാണ് ആ വേർഡിന് അത്രയും പവർ വന്നത്. കഴ്സ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം. വാഞ്ചാ കൽപ്പതരൂഭ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ്മളെല്ലാ വൈഷ്ണവ ഭക്തന്മാരെയും ധ്യാനിക്കുന്നു. കാര്യം അവർക്ക് നമ്മളെ അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾ മരങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? വസ്ത്രമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നേക്കഡായിട്ട് നിൽക്കുമ്പോൾ മരങ്ങൾക്ക് വസ്ത്രം വേണ്ടല്ലോ, വേണോ? ഏതാണ് നമുക്ക് ആഗ്രഹം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോഡി കിട്ടും. അതാണ് ശരിക്കുമുള്ള എവല്യൂഷൻ തിയറി. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ മാറും. മനുഷ്യനായി നിന്നിട്ട് ഡോഗിന്റെ പണി കാണിക്കാൻ പറ്റത്തില്ല, ഡോഗിന്റെ ക്യാരക്ടർ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡോഗിന്റെ ക്യാരക്ടർ കാണിക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം നമ്മളെ വീണ്ടും ഒരു അടുത്തൊരു എവല്യൂഷൻ കൊണ്ടുവരും. കാര്യം നമുക്ക് ഡോഗിന്റെ ഒരു ബോഡി തരും. ഇനി കാണിച്ചു, കുഴപ്പമില്ല. അതുപോലെയാണ്. അങ്ങനെ അവസാനം ആ ദേവന്മാർക്ക്, നളകുബീരനും മണിഗ്രീവനും തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, പേടിക്കണ്ട, ദ്വാപര യുഗത്തില് ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ സ്പർശം, ഭഗവാന്റെ ടച്ചിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലിബറേഷൻ കിട്ടും, നിങ്ങൾ വീണ്ടും ദേവന്മാരായിട്ട് മാറും. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടച്ചിങ്, ഭഗവാന്റെ ടച്ചിങ് നമുക്ക് വേണം. ആ ടച്ചിങ് കിട്ടുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ് കിട്ടും. ആ ബ്ലെസ്സിങ് കിട്ടുമ്പോൾ നമ്മൾ പാപങ്ങളെല്ലാം മാറും. ആ ടച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശബ്ദം കൊണ്ട് ടച്ച് ചെയ്യുന്നു. ശബ്ദം കൊണ്ടെന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ടച്ച് ചെയ്യുന്നു. പിന്നെ നിവേദ്യം കൊണ്ട്, ഓഫറിംഗ് കൊണ്ട് നമ്മൾ ഫുഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്പിള്, പാല്, റൈസ് ഒക്കെ കൊടുത്തിട്ട് ടച്ച് ചെയ്യുന്നു. 2, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു, കേട്ടിട്ട് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ദാമോദര മാസത്തിലെ ഭഗവാന്റെ കഥകള്. അപ്പം ഈ ദാമോദര മാസം ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട്, ഭഗവാന്റെ നാമം പാടിക്കൊണ്ട്, ദാമോദര അഷ്ടകം ചൊല്ലിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പോക്കാം. അപ്പൊ ഇന്ന് നമാമീശ്വരം ചൊല്ലും. നമാമീശ്വരം ചെല്ലുമ്പോൾ പുഷ്പഞ്ചി ആരതി ചെയ്യും. ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ടായിട്ട് ആ ആരതിയിൽ പങ്കെടുക്കണം. ആരതിക്ക് ശേഷം നമുക്ക് ആ ആരതി ദർശനം നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോവിന്ദന്റെ സ്പെഷ്യൽ പ്രസന്റേഷൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ആ പ്രസന്റേഷൻ. ആരും മിസ്സാക്കരുത്. സൂപ്പർ സൂപ്പർ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മൾ നമാമീശ്വരം ചൊല്ലാൻ പോവുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാം. ബാക്കിയുള്ളവർക്ക് ആ PDF പേജ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അയച്ചെന്ന PDF പേജ് എടുത്തു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ? അൺമ്യൂട്ട് ആയിട്ട് പറയണേ. ഇല്ല. എടുക്കാം. ഓക്കെ, ഇല്ല. അപ്പോൾ ഞാന്
श्री दामोदराष्टकम की जय, दामोदर भगवान की जय। नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्रजमानम् यशोदाभियोल्लोकलाधवमानं परामृष्टमत्यन्तधृत्य गोप्या रुदन्तं मुहुर्नेत्रयुग्मं मृजन्तम् कराम्बोजयुग्मेन सातङ्कनेत्रम् मुहुर्श्वासकं पात्रिरेखाङ्ककण्ठा सिद्धग्रैवं दामोदरं भक्तिबद्धम् इति गृत्स्वलीलाविरानन्दकुण्ठे स्वघोषं निमज्जन्तमाख्यापयन्तम् ततीयेषितज्ञेषु भक्तिर्जितत्वम् पुनः प्रेमतस्तं शतावृत्ति वन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेऽहं वरेषदपीहा इदं ते वपुर्नाथ गोपालबालम् सदा मे मनस्याविरस्तां किमन्ये इदं ते मुखाम्बोजम् अत्यन्तनीले मृदं कुन्तलैः स्निग्धरक्तैश्च गोप्या मुहुश्चुम्बितं बिम्बरक्ताधरं मे मनस्याविरास्तामलं लक्षलाभे नमो देव दामोदरानन्द विष्णो प्रसीद प्रभो दुःखजालाब्धिमग्नम् कृपादृष्टिवृष्ट्यादिदिनं बतानु गृहाणेश मामज्ञमे दक्षिदृश्ये कुबेरात्मजौ बद्धमुखैव यद्वत् त्वया मोचितौ भक्तिभाजौ कृतौ च तथा प्रेम भक्तिं स्वकाम्य प्रयश्च न मोक्षे ग्रहो मेऽस्ति दामोदरेहा नमस्ते स्तु धाम्ने स्फुरदीप्तिधाम्ने त्वदीयोदरायाद विश्वस्य धाम्ने नमो राधिकाये त्वदीय प्रियाये नमो अनन्तलीलाय देवाय तुभ्यम् हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे
दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा। दामोदर भगवान की जय, दामोदर लीला की जय, कार्तिक महीने की जय, श्रील प्रभुपाद की जय। निताई गौर प्रेमानंदे। हरि हरि ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു സ്മിത മാതാജി. പുഷ്പൻജി എല്ലാവർക്കുമായിട്ട് ആ ദീപം കാണിക്കേ, തൊഴട്ടെ. ഹരേ കൃഷ്ണ. Hare Krishna Prabhu. ഹരേ കൃഷ്ണ. ആ ദീപം കാണിക്കൂ എല്ലാവരും, എല്ലാവരും തൊഴട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു താങ്ക് യു. അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു മാസം മുഴുവനുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ്, വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറയുക. നമുക്ക് വൈകിട്ട് ഇതേപോലെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ആ വീടുകളിൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കാം. പ്രീതമാതാജി ഹരേ കൃഷ്ണ. ഇന്ന് പ്രഭു ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. പറയൂ വിശേഷങ്ങള്. സുഖായിരിക്കുന്നു പ്രഭു. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മെസ്സേജസ്? ഇല്ലില്ല, ഒന്നുമില്ല. ഇത് ദാമോദര മാസമാണെന്ന് അറിയാതാണ് ആളിരുന്നത്. ഓക്കെ. ദാമോദര മാസം കൃത്യമായിട്ട് തുടങ്ങുന്നത് നാളെ മുതലാണ്. അപ്പൊ ഇന്ന് ഇവിടുന്ന് തുടക്കമാകട്ടെ, കുട്ടികളിലൂടെ തുടക്കമാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും അതിന് മെസ്സേജ് നേരത്തെ കിട്ടും. അപ്പം നേരത്തെ എല്ലാവർക്കും പ്ലാൻ ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ദാമോദര ഭഗവാനെ വെച്ച് നെയ്വിളക്ക് കാണിക്കാം, അഷ്ടകം ചൊല്ലാം. ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും വൈകിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരും ഇതിനകത്ത് വെർച്വലി കാണും. ഓക്കെ. മാതാജി, സ്മിത മാതാജി എന്തെങ്കിലും മെസ്സേജ് പറയാൻ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോവിന്ദന്റെ ചെറിയൊരു പ്രസന്റേഷൻ രാധാനാഥ് സ്വാമി മഹാരാജിനെ കുറിച്ച് ഞാൻ വളരെ ഈഗറായിട്ട് നോക്കിയിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. സ്മിത മാതാജി എന്തെങ്കിലും മെസ്സേജ്? ഹരേ കൃഷ്ണ പ്രഭു. കാർത്തിക മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ചെറിയ 3-4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ മേഴ്സി കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. ഒന്ന്, എല്ലാവരും നെയ് വിളക്ക് കാണിക്കുക ഭഗവാന്, ദാമോദര അഷ്ടകം ചൊല്ലുക. 2, തുളസിക്ക് വെള്ളം ഒഴിക്കുക. ഹരേ കൃഷ്ണ. 1 മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ആദ്യം പറഞ്ഞത് ദാമോദര ഭഗവാന് നെയ്വിളക്ക് കാണിക്കുക, എല്ലാ ദിവസവും ദാമോദരാഷ്ടകം ചൊല്ലുക. 2, തുളസിക്ക് വെള്ളം ഒഴിക്കുക. തുളസിക്ക് വെള്ളം ഒഴിക്കുക. 3-ാമത്തെ കാര്യം, ഭഗവത്ഗീതയോ ഭാഗവതവും വായിക്കുക. അപ്പൊ അതിനുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചതുശ്ലോകി ഭാഗവതവും ചതുശ്ലോകി ഭഗവത്ഗീതയും ഉണ്ട്. അപ്പൊ അത് രണ്ടും വായിക്കണം എന്നുണ്ടെങ്കിൽ 4 ശ്ലോകമേ ഉള്ളൂ. 4 8 ശ്ലോകം. അത് വായിക്കാൻ 2 മിനിറ്റേ എടുക്കുള്ളൂ ഓരോന്നിനും. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഫുൾ ഭഗവത്ഗീത, ഫുൾ ഭാഗവതം വായിച്ചതിന് തുല്യമാണ്. അപ്പൊ എല്ലാവരും ചതുശ്ലോകി ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുക. പിന്നെ ജപിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി 5-ാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, അവരവർക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ദാനം ചെയ്യുക ഭഗവാന്റെ അമ്പലത്തിലേക്ക്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തായാലും ആ 3 കാര്യങ്ങൾ, 4 കാര്യവും പറഞ്ഞതുപോലെ 5-ാമത്തെ കാര്യവും വളരെ പ്രധാനമാണ്. ഇപ്രാവശ്യം നമ്മൾക്ക് വീടുകളിലൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷെ പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് പാക്കുകളുമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ വരും. ഇപ്രാവശ്യം കാർത്തിക ഗിഫ്റ്റ് ഒന്നും തൽക്കാലം തരാൻ പറ്റുന്നില്ല, വെർച്വലി നിൽക്കുന്നത് കൊണ്ട്. പക്ഷേ ഇതെല്ലാം മാറുന്ന സമയത്ത് എല്ലാവരുടെയും വീടുകളിൽ വരും. അപ്പം നമ്മൾ അറിയാം, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പല ക്ഷേത്രങ്ങളും സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയിലാണ്. പല പൂജകളും ചെയ്യണം. അപ്പം ഇതിനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇപ്പം കൊടുക്കുന്ന ദാനം പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ ഇരട്ടി 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 ഗുണം കിട്ടും. അപ്പം ആ ഒരു സങ്കല്പം എടുത്തിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സങ്കല്പം എടുത്തിട്ട് വെച്ചിരിക്കുക, ഭഗവാന്റെ അടുത്ത് വെച്ചിരിക്കുക, ദാമോദര ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുക. ഇത് ഞാൻ കാർത്തിക മാസത്തിലെ എൻ്റെ ഒരു പിന്നെ എന്താണ് എൻ്റെ ഒരു സമർപ്പണമാണ്. കാർത്തിക മാസത്തിലെ അങ്ങേക്ക് പാദങ്ങളിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ചെറിയൊരു എൻവലപ്പിൽ അവിടെ വെച്ചിരിക്കുക. നമ്മൾ എപ്പോഴെങ്കിലും വരികയോ നമ്മൾ കാണുമ്പോഴോ ഒക്കെ നമുക്കത് ചെയ്യാം, കാണാം. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ദാമോദര മാസത്തിന്റെ പ്രത്യേകതയും അതിൻ്റെ ഗുണഗണങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ ഗോവിന്ദന്റെ പ്രസന്റേഷനിലോട്ട് നമ്മൾ പോകും. ഭഗവാന്റെ ഏറ്റവും വലിയ ശിഷ്യനായ രാധാനാഥ സ്വാമി മഹാരാജനെ കുറിച്ചിട്ട്. ഹരേ കൃഷ്ണ.